ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട ആക്റ്റീവ 60 ആണ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അയച്ചാണ് കേട്ടോ. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉണ്ട്, നല്ല ലൈനറാണ്. കമ്പനി വന്നപ്പോഴുള്ള ലൈനറാണ്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്. അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, എയർ ഫിൽറ്റർ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. ശരിക്കും നമുക്കൊരു 10,000 കിലോമീറ്ററിലാണ് നമുക്ക് മറ്റേ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ മാറ്റേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 8,500 മീറ്ററിൽ കാണിക്കുന്നത്. പക്ഷേ ഏകദേശം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ആയിട്ടുണ്ടാവാം ഒരു പക്ഷേ. കാരണം വെച്ചാൽ അത്രയ്ക്കും ബ്ലോക്ക് ഉണ്ട്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കൂടുതൽ പൊടിയുള്ള സ്ഥലം ഏരിയക്കടെയൊക്കെയാണ് ഓടണമെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അതിനകത്ത് ബ്ലോക്കിങ് വരാറുണ്ട്. ഇപ്പം നിലവിൽ എയർ ഫിൽറ്റർ ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അടുത്ത സർവീസ് വരെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡിലൊക്കെ കരിയുടെ അളവ് കൂടുതൽ കയറും. അപ്പോൾ അതുകൊണ്ട് മാറ്റി കളയാനാണ് ഏറ്റവും സേഫ് കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വന്നത്. നിലവിൽ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. നമുക്കിപ്പോൾ ഓൾറെഡി നല്ല ബെൽറ്റാണ്, കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്. ഹോണ്ടയുടെ ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ ആയാലും വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യണമാണ് കേട്ടോ. അതേപോലെ തന്നെ ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് അഴിച്ചേക്കണതാണ്. അപ്പോൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വേറെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല, ഒൽസീൽ ലീക്കുകളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ നല്ല രീതിയിലുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതാ നമ്മൾ കിക്കർ അടിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ ക്രാങ്കമ്മയ്ക്ക് പോയി കണക്ട് ചെയ്യുന്ന വീല കിക്കർ വീലാണ്. അതൊക്കെ ഒന്ന് ഓൾറെഡി നമുക്ക് അഴിച്ചൊന്ന് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ പിന്നെ കാര്യങ്ങളൊക്കെയാണ്. അത് നിലവിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഇതാണ്. നമ്മുടെ ഉപയോഗം അനുസരിച്ച് നോക്കുമ്പോൾ അതിനുള്ള തേയ്മാനമൊന്നും വന്നിട്ടില്ല. 8,500 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിലും തേയ്മാനമൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. ക്ലച്ച് ഷൂ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ചൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോണ്ടല്ലോ, അത് ഇരിക്കണ ബാറ്ററി 4 ആമ്പറിൻ്റെ ബാറ്ററിയാണ് നമുക്കിത് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഓൾറെഡി അതിൻ്റെ മീറ്ററിൻ്റെ ഡിജിറ്റൽ തെളിയാനുള്ള പവർ പോലും ബാറ്ററിക്ക് ഇല്ല. അപ്പോൾ നമുക്ക് ബാറ്ററി എന്തായാലും നമുക്ക് മാറ്റി വയ്ക്കേണ്ട അത്യാവശ്യമാണ്. കാരണം വെച്ചാൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടിയാണ്, നമുക്ക് എല്ലാനും ബാറ്ററി ത്രൂ ഔട്ട് ലൈൻ സപ്പോർട്ട് വേണം. അപ്പോൾ ബാറ്ററി എന്തെങ്കിലും മാറ്റി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അത് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഓൾറെഡി നമുക്ക് ബാറ്ററി വെച്ചാലാണ് ബാക്കിയത്തെ ഫങ്ഷൻസ് കറക്റ്റ് ആവും. പിന്നെ അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്ക് ഫുൾ ടൈറ്റായിട്ട് നിൽക്കുക. അതായത് 2 കേബിളാണ് തന്നെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ 2 കേബിൾ നമുക്ക് അഴിച്ച് മാറണം. കേബിൾ അഴിച്ച് മാറുന്നതിൽ ഫുൾ ബോഡി അഴിക്കണം. കാരണം കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കിടെയാണ് അതിൻ്റെ കേബിൾ. ഇവിടെ സൈഡൊക്കെ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് അത് നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ്. പിന്നെ ഓൾറെഡി നമുക്ക് സ്പീഡോമീറ്ററിൻ്റെ കേബിൾ വർക്കിംഗ് അല്ല. അപ്പോൾ മീറ്റർ കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ട്. ഔട്ടടക്കം മാറണം. മെക്കാനിസത്തിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഈ സ്പീഡോമീറ്റർ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പീസ് ഒരു ഒടിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് അഴിച്ച് കളഞ്ഞിട്ട് വർക്കിംഗ് ആക്കിയിട്ടുണ്ട്. ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോഴും ഉപയോഗിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഓൾറെഡി കംപ്ലയിൻറ്റ് വരും. കാരണം ഉപയോഗിച്ചുകൊണ്ടൊരു ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ വന്ന പ്രോബ്ലംസാണത്. എനിക്ക് തോന്നുന്നു കേബിൾ പോയിട്ട് കുറച്ചായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് മീറ്റർ വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ വന്നു കഴിയുമ്പോൾ അങ്ങനെ തുരുമ്പിൻ്റെ ഒരു പ്രസൻസ് വന്നേക്കണത്. അപ്പോൾ അതൊന്ന് റെഡി ആക്കി കഴിഞ്ഞാൽ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവും, റെഡി ആയിക്കോളും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ പ്ലഗിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്ലഗ് നമുക്ക് എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്ത് ഇടേണ്ടതാണ്. സ്പാർക്ക് പ്ലഗും അതാണ് ഒരുമിച്ചാണ് ചെയ്തുകൊണ്ട് 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്ന് വെച്ചാൽ നമ്മുടെ ഓടുന്ന ഏരിയയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഒരു പക്ഷേ ചിലത് നേരത്തെ മാറ്റേണ്ടി വരാം. ചിലത് ഒരു 12,000-12,500 കിലോമീറ്ററൊക്കെ ഓടിക്കാൻ കിട്ടാറുണ്ട്. ഇതെന്തായാലും മാറേണ്ട സമയമായിട്ടുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമുക്ക് മാറ്റേണ്ട പാർട്സുകളുടെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. ആ ഓയിൽ മാറുമ്പോൾ നമുക്ക് അതിൻ്റെ ബോൾട്ടിൻ്റെ വാഷ് ഓറിങ്ങും കൂടി മാറ്റിയിടണം. അല്ലെങ്കിൽ അവിടെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓയിലും അതിൻ്റെ ബോൾട്ട് വാഷും ഓറിങ്ങും കൂടി മാറ്റിയിടാം. ആക്സിലേറ്ററിൻ്റെ 2 കേബിൾ മാറാനുണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി. അപ്പോൾ ബാറ്ററി മാറ്റാനുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും ചേഞ്ച് ചെയ്തിടണം. പിന്നെ അതേപോലെ തന്നെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. കാരണം എന്ന് വെച്ചാൽ മീറ്റർ ചെറിയൊരു ടൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ടൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിവിടെ സൈഡൊക്കെ കട്ടായിട്ടാണ് പോയേക്കണേ. അപ്പോൾ അത് മാറ്റി നോക്കിയിട്ട് എൻ്റെ ഉള്ളിലെ ക്രൗണിന് വേറെ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ക്രൗണും പിന്നീടൊന്നും മാറ്റേണ്ട, തന്നെ യൂസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്രൗൺ സെറ്റ് തന്നെ ഉണ്ട്. അതൊരു പക്ഷേ ചിലപ്പോൾ മാറ്റേണ്ടി വന്നേക്കാം. ഇത്രയും കേസാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് കാണാം. അതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.